അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നിതാ ഞാൻ അസറക്ക് നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബീഫുണ്ട്. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കണം. അതേപോലെ പിന്നെ നൂൽപുട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ബീഫ് അടുപ്പത്ത് വെക്കാൻ നോക്കട്ടെ. ബീഫാകുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ വേവാൻ. പിന്നെ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വേവും. ഞാൻ പുറത്തടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ബീഫൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് പിന്നെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും ഒക്കെ അരിഞ്ഞതായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച കറിയിലിട്ട് ഉണ്ടാക്കണത്, അങ്ങനെ മുളക് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നും നമ്മൾ തേങ്ങ അരച്ച കറിയല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ കമൻറ്റിൽ ഇങ്ങനെ ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് ഞങ്ങൾ തേങ്ങ അരക്കലില്ല, തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കൽ, ചിക്കൻ കൊണ്ടാണെങ്കിലും ബീഫ് കൊണ്ടാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം, കുട്ടികൾക്കും ബാബുവിനൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഇപ്പോൾ ബാബു പോടല്ലല്ലോ. ഇനിയിപ്പോൾ നൂൽപുട്ടൊക്കെ ഇങ്ങനെ മുളക് കറിയാക്കി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെലച്ചക്ക് പിന്നെ അത്താഴത്തിന് കഴിക്കുമല്ലോ, ചോറ് കഴിക്കും ഞാൻ. അപ്പോൾ അതിനും ഇതന്നെ എടുക്കുക കൂട്ടാനെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ പിന്നെ മണ്ണിൻ്റെ കലത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഇടാനുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇതൊക്കെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പിന്നെ ബീഫൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ ഈ കൈ കൊണ്ട് തന്നെ നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ തക്കാളിൻ്റെയും സവാളിൻ്റെയൊക്കെ ആ ഒരു നീരൊക്കെ നല്ലോണം ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു കറിക്ക് നല്ലോണം ഇറങ്ങി ചെല്ലും. നേരെ മറിച്ച് നമ്മൾ കയ്യിലോണ്ടോ അല്ലെങ്കിൽ ചട്ടുകം കൊണ്ടോ കിളക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായി വരില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പം ഇനി ഇതിവിടെ അടച്ചു വെക്കട്ടെ കേട്ടോ. ഇനി ഞാൻ പോയിട്ട് അടുപ്പ് കത്തിക്കട്ടെ. അടുപ്പ് കത്തിക്കാൻ ഞാനിവിടെ തീപ്പെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഞാൻ അടുപ്പ് കത്തിക്കാൻ വരുന്ന സമയത്ത് തീപ്പെട്ടി കാണാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസുമ്മൽ ഓരോ കൊടിമ്മൽ കത്തിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കണ്ടാണ് ഇപ്പോൾ കത്തിക്കൽ. പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കിട്ടും കേട്ടോ അടുപ്പ്. ഇതേപോലെ ചെറിയ ചുള്ളി വറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓലക്കൊടി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഈ ചുള്ളി വറക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്തിക്കിട്ടും. ഞാൻ അടുപ്പിൽ മണ്ണെണ്ണയൊന്നും പാരില്ല കേട്ടോ. മണ്ണെണ്ണ ഒഴിച്ചാണ്ട് തീ കത്തിച്ചാൽ എന്താ ദാരിദ്ര്യം വരും എന്നൊക്കെ പറയണൊക്കെ കേൾക്കാം. എൻ്റെ അടുത്ത് മണ്ണെണ്ണ ഇല്ലേനും ഞാൻ മണ്ണെണ്ണ കത്തിക്കലുമില്ല. വിളക്കൊക്കെ കണ്ടില്ല, വിളക്കൊക്കെ ഉണ്ട് കേട്ടോ അടുപ്പത്ത്. വിളക്ക് നാത്തും തന്നതേനും പിന്നെ എനിക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ അതിന്മേൽ കത്തിച്ചാൽ മതി. ഞാൻ അങ്ങനെ ഗ്യാസ് മുകളിൽ കത്തിച്ച് കൊണ്ടുതന്നെ കണ്ടിട്ട്. അപ്പോൾ അതിൽ ഒഴിക്കാൻ മണ്ണെണ്ണ വാങ്ങിയിട്ടുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പിന്നെ നമ്മളെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ കടന്നിട്ട് അങ്ങനെ വേവട്ടെ. ഇടയ്ക്ക് വന്നിട്ട് തീയൊന്ന് കത്തിച്ച് കൊടുത്താൽ മതി. അതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എന്ത് ജ്യൂസ് അടിക്കാൻ എന്താ നോക്കിയപ്പം ഒരു കറുത്തുണ്ടായിന് കേട്ടോ, പപ്പായ ഉണ്ടല്ലോ അത് കേട്ടോ. ഇതുമ്മ കൊണ്ടുവന്നതേനും. അപ്പോൾ ഞാൻ അതിമന്നൊരു കഷ്ണം എടുത്തിട്ട് അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് അടിക്കുന്ന ആൾ ചിഞ്ചുമോളാണല്ലോ, അപ്പോൾ അതവൾ ചെയ്തോളും. പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് കഴുകി അതിമത്തെ മണ്ണൊക്കെ കളഞ്ഞ് പിന്നെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തിടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ പുഴുങ്ങിയെടുത്താലും മതി. അപ്പോൾ കുറേ സമയം എടുക്കും വേവാൻ. ചിലപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും ആയിട്ട് വെന്ത് കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ നല്ലോണം പിന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് ചെറിയ പീസാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് ഗ്യാസുമ്മൽ ഇത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പിന്നെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചു.
പിന്നെ അതിലേക്കുള്ള മസാല റെഡിയാക്കുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ നൂൽപുട്ടിക്കുള്ള മാവ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നൂൽപുട്ടിന് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുക്കണം. ആ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിഞ്ചുമോള് വന്നിട്ട് ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പായോള് ഇങ്ങനെ തൊലി ചെത്തലല്ല, അതേപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ആ പഴുപ്പ് കോരി ഇങ്ങനെ എടുക്കലാണ് കേട്ടോ. എനിക്കിതിലേറെ സുഖം അതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കണതാണ്. അങ്ങനെ ആകുമ്പോൾ അതങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓളിങ്ങനെ സ്പൂൺ കൊണ്ട് അങ്ങനെ ചുരണ്ടി എടുക്കും അതിൻ്റെ പഴുപ്പൊക്കെ. അപ്പോൾ നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ടേനി. പിന്നെ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കുമ്പോൾ ഞാനെപ്പോഴും ചിലപ്പോഴൊക്കെ വീഡിയോയിൽ കാണിക്കലുണ്ട്. ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരു കുമിളകൾ വരുമല്ലോ, ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുക്കൽ. പിന്നെ വെള്ളം അളന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനി ഇത്. അപ്പോൾ പിന്നെ നമുക്ക് പൊടി ഒക്കെ കൂടെ ഇട്ട് കൊടുക്കാനൊരു പേടിയാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മളെടുത്ത വെള്ളവും പൊടിയൊക്കെ പാകമാണ് കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ജ്യൂസും പരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി പപ്പായ ജ്യൂസ് ആദ്യം അടിച്ചു വെച്ചാൽ പിന്നെ കുടിക്കുന്ന സമയത്ത് കയ്പ്പ് വരും എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ലേനി കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുന്നേയൊക്കെ പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയില്ല, അന്നൊന്നും ഇങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ലേനി കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പപ്പായ ജ്യൂസ് ഉണ്ടാക്കിയത് കുടിച്ചപ്പോൾ ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടായിനി. പിന്നെ നമ്മളെ സ്നാക്സൊക്കെയുള്ള സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സവാളയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ മല്ലിയിലയും പിന്നെ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഒരു 2-3 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ടേനി. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും ഇഞ്ചിയും അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇറച്ചി മസാലയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തത്. ഒക്കെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അധികമായിപ്പോയാൽ അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഉണ്ടാവും നമ്മളെ സ്നാക്സിന്. പിന്നെ നമ്മളിന്നിപ്പോൾ ചിക്കനും ബീഫോ മുട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അതിൽ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഞാനിവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്സ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്, പക്ഷേ കട്ട്ലേറ്റ് അല്ല കേട്ടോ, വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുത്തു. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങും ഈ ഒരു മസാലയൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാനൊക്കെ. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക്. അതേപോലെ തന്നെ 3 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങും ഉപ്പ് ചേർത്തിട്ടുണ്ട്, മസാലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉപ്പുണ്ടാവും. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ കൂടിപ്പോവുക എന്താണെന്ന് അറിയില്ല. ഇനി നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടി കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് ഇത് അതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത അരിപ്പൊടിയൊക്കെ പാകേന് ഞാനിതാ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവ് കൊണ്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ ചെറിയ ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഉരുട്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക. ഇനിയിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ ചെറിയൊരു ബോൾസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതേപോലെ നമ്മളെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു ചതുരത്തിലാക്കിയിട്ട് ഇത് ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എത്ര വലിപ്പം വേണ്ടെങ്കിൽ ഇതിലേറെ ചെറുതാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആ ബോൾസിൻ്റെ വലിപ്പം കുറച്ച് കൊടുത്താൽ മതി. ഞാനൊരു ഭാഗത്ത് വലിപ്പത്തിനാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പറ്റ കുഞ്ഞേതും അല്ല എന്നാൽ നല്ല വലുതും അല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ എടുത്ത് ബോൾസ് ആക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല എന്നാലും അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കയ്യുമ്മലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അരിപ്പൊടി ചേർക്കാതെ വെറും ഉരുളക്കിഴങ്ങ് മാത്രം എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും കേട്ടോ.
അപ്പോൾ അരിപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളിതാ ഈ ഒരു രീതിയിൽ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിക്കൊരു 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ ഉണ്ടെങ്കിൽ ഇതേപോലെ 2 സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് മൈദൻ്റെ ബാറ്റർ എടുത്താലും മതി കേട്ടോ. കോൺഫ്ലവർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടൻ്റെ ബാറ്ററിൽ പിന്നെ മുക്കിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ മുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലിതാ ഇതേപോലെ ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല സ്നാക്സാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അധികം വീടുകളിലും എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും കിച്ചണിൽ ഉണ്ടാവുന്ന സാധനം തന്നെയാണ് ഉരുളക്കിഴങ്ങ്, അതേപോലെ അരിപ്പൊടിയൊക്കെ. പിന്നെ കോൺഫ്ലവർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മൈദയിൽ കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എണ്ണ കുറേ വേസ്റ്റായി പോവില്ല. പിന്നെ കുറേ എണ്ണയിലിട്ട് അങ്ങനെ മുക്കി പൊരിക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഇത് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും. തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. പിന്നെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ട് തീ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിലൊക്കെ നമ്മൾ കോട്ട് ചെയ്തെടുത്താലേ അപ്പോൾ പെട്ടെന്ന് ആ മേലെ ഭാഗമൊക്കെ കരിയും, ഉള്ളു വേവില്ല. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തത് ഉരുളക്കിഴങ്ങല്ല, ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് ചേർത്തിക്കണത്. എന്നാലും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതാ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ വേറെ പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്നാക്സ് ഇതാ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 കൂടെ ഉണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒന്ന് ചെറുതാണ് കേട്ടോ, അത് ലാസ്റ്റ് ആയപ്പോൾ മാവ് കുറച്ചുള്ളതിനും, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീഫൊക്കെ വെന്തിക്കണമെന്ന് നോക്കി. അപ്പോൾ ബീഫൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഈ ഒരു അടുപ്പത്ത് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. തീയൊന്നും കത്തിച്ചു കൊടുക്കണില്ല, നല്ല കനലുണ്ട് കേട്ടോ അടുപ്പിൽ. നല്ല വിറക് കത്തിക്കുമ്പോൾ നല്ല കനലുണ്ടാവും അടുപ്പിൽ. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം. പിന്നെ നമുക്ക് നൂൽപുട്ടും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനിതാ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഇഡ്ഡലി ചെമ്പിൽ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ചൂടാവുമ്പോഴത്തേന് പിന്നെ ഇന്ന് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറേശ്ശെ തേങ്ങ ഞാൻ അതിൻ്റെ ആ ഒരു കുഴിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടിൻ്റെ മാവ് ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പീച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ആവണ്ട കേട്ടോ. ജസ്റ്റ് വെറുതെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നൂൽപുട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു ഹോൾസ് കൂടെ പോരും. പിന്നെ ചിലപ്പോൾ നൂൽപുട്ട് ചുടുമ്പോൾ നല്ല ബലം പിടിച്ചിട്ട് പിന്നെ ഇതാക്കണ്ട. അപ്പോൾ ഈ നോമ്പൊക്കെ നോറ്റ് അങ്ങനെ നൂൽപുട്ടൊന്നും പീച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ മാവ് ഉണ്ടാക്കി നോക്കോണ്ടി കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് നൂൽപുട്ട് പീച്ചെടുക്കാൻ പറ്റും. ഞാൻ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. ഈ നൂൽപുട്ടൊന്നും ശരിക്കും ഉണ്ടാക്കാൻ അറിയാത്ത കാലത്ത് നമ്മൾ തറവാട്ടിലൊക്കെ അതിന് അന്നൊക്കെ ഇതേപോലെ നോമ്പിനൊക്കെ ഞാൻ നൂൽപുട്ടിന് മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നൂൽപുട്ട് പീച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പീച്ചാ ചാടൂല കേട്ടോ. എന്നിട്ട് ഭയങ്കര ഗതികേടേക്കാരം. എന്നിട്ട് പിന്നെ എന്താ കിട്ടും ലാസ്റ്റ് അടയൊക്കെ ആക്കിയാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കലേനി കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ എന്ത് ജോലിയാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്താവുമ്പോൾ നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് മാറും. പിന്നെ ഫസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ കുറേശ്ശെ ഇതേപോലെ മാവൊക്കെ എടുത്തുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ആകുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക നല്ല ഉഷാറാവും കേട്ടോ. അല്ലാതെ നമ്മൾ എപ്പോഴും എല്ലാം പഠിച്ചിട്ടൊന്നുമല്ലല്ലോ വരുന്നത്. അപ്പോൾ ഇനി എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാത്തിനും കഴിയും. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നൂൽപുട്ട് മാത്രമല്ല, ചിലർക്ക് പത്തിരി ഉണ്ടാക്കാനും അറിയില്ല. പത്തിരി മാവൊക്കെ കുഴച്ചെടുക്കുമ്പോഴൊക്കെ വാട്ടിയെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വേവ് കൂടിപ്പോവും, ചിലപ്പോൾ വേവ് കുറഞ്ഞു പോവും. അതൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. എന്നാലും നമ്മൾ എന്താ പറയുക അത് ഇട്ട് വീഴരുത്. എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് പോകരുത്. പിന്നെയും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയും. ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല ഇനി കേട്ടോ. ഇപ്പം എല്ലാം ഉണ്ടാക്കാൻ അറിയുന്നൊന്നുമല്ല, എന്നാലും ഒരുവിധമൊക്കെ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ടൊക്കെ ഞാൻ അവിടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കാനായിക്കണം കേട്ടോ സമയം.
അപ്പോൾ മക്കൾ ജ്യൂസൊക്കെ പിന്നെ ഗ്ലാസ്സൊക്കെ കൊഴിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഇന്ന് ഫ്രൂട്ട്സായിട്ട് ചെറിയൊരു ബത്തക്ക കഷ്ണം ഉണ്ടായിന്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പിന്നെ സ്നാക്സും അതേപോലെ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പോയി നിസ്കരിക്കും. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിക്കൽ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.